ഹലോ ഗൈസ്, നമുക്കൊരു ഇൻവെർട്ടർ സെറ്റ് ചെയ്താലോ. ഇതിൻ്റെ ഉൾവശം കാണാം. ഇതിൻ്റെ ഉള്ളിലായിട്ട് ട്രാൻസ്ഫോമറും ബോർഡും സെപ്പറേറ്റ് ചെയ്യാവുന്ന തരത്തിൽ ഒരു ഷീറ്റ് തന്നിട്ടുണ്ട്. അതുവഴി നമുക്ക് ഇൻവെർട്ടറിലെ ട്രാൻസ്ഫോമറും ബോർഡും സെപ്പറേറ്റ് ചെയ്യാം. പിന്നെ ഈ കാണുന്നത് ഇൻവെർട്ടറിൻ്റെ ഫ്രണ്ട് പാനലാണ്. ഇത് ഇൻവെർട്ടർ സെറ്റ് ചെയ്യാനുള്ള കേസാണ്. കേസ് തുറന്ന് ഇതിൻ്റെ ഇൻവെർട്ടറിൻ്റെ പാനൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ഫ്രണ്ട് പാനൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് പാനലിൻ്റെ സ്വിച്ചിൻ്റെ ഹോള് കട്ട് ചെയ്ത് വെച്ചാണ്, സ്റ്റിക്കർ കട്ട് ചെയ്ത് വെച്ചാണ്. ഇത് കേസിൻ്റെ ബാക്ക് സൈഡാണ്. ഒരു 3-വേ കണക്ടർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കാണുന്നത് 4 ബുഷാണ്. ബുഷ് ബോട്ടം സൈഡ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ട്രാൻസ്ഫോമറിനുള്ള ഹോൾ ഇത് ഓൾറെഡി കട്ട് ചെയ്തിട്ടാണ് വരുന്നത്. ഇത് ഫാനാണ്, 12 വോൾട്ട്. ഇതിൻ്റെ 3 ഇഞ്ച് ഫാനാണ്. ഇത് 3-വേ കണക്ടറാണ്. 1300 VA, അതായത് 1000 വാട്ട്സ് ലോഡ് എടുക്കുന്ന ഒരു ബോർഡാണിത്. ഇതിനാവശ്യമായ കിറ്റാണ്. പിന്നെ ഒരു കണക്ടറുണ്ട്, അത് സ്വിച്ചിനുള്ളതാണ്. പിന്നെ ബാക്കിയുള്ളത് ബോർഡ് ഫിറ്റ് ചെയ്യാനും പിന്നെ 16 സ്ക്വയർ ബോർഡിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു നെട്ടും ബോൾട്ടൊക്കെയാണ്. പിന്നീട് ഇതിൻ്റെ അകത്തുള്ളത് കുറച്ച് കോപ്പർ സോക്കറ്റുകളാണ്. ഇത് 16 സ്ക്വയർ വയറിൻ്റെ അഗ്രങ്ങളിൽ കണക്ട് ചെയ്യാനുള്ളതാണ്. കാണുന്ന പോർഷൻ ഈ നെഗറ്റീവ് 16 സ്ക്വയർ വയർ ഇവിടെ സോൾഡർ ചെയ്ത് ഫിറ്റ് ചെയ്യണം. സോൾഡർ ചെയ്ത് ഫിറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് കാണാം. ഇത് ബോർഡിലെ സ്ക്രൂസിൻ്റെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് അതിന് ശേഷം ഈ നെട്ടും ബോൾട്ടും ഇതിൽ ഫിറ്റ് ചെയ്ത് വെച്ചതാണ്. ഈ കാണുന്നത് ഇതിലെ സ്പേസറാണ്. സ്പേസർ എടുത്തിട്ട് നമുക്ക് ഈ സ്ക്രൂവിൻ്റെ ഈ സ്പേസർ ഇങ്ങനെ ഇട്ട് വെച്ചാൽ നമുക്ക് ഈ ബോർഡും ഈ ഷീറ്റും തമ്മിലൊരു സ്പേസിങ് കിട്ടും. ബോർഡ് ഈ ഷീറ്റിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു സ്പേസറാണിത്. ഇനി ബോർഡിൽ പിൻവശം 16 സ്ക്വയർ സോൾഡർ ചെയ്ത് ഫിറ്റ് ചെയ്യണം. ഈ ഏരിയയിലാണ് ഇത് സോൾഡർ ചെയ്ത് ഫിറ്റ് ചെയ്യേണ്ടത്. ഫിറ്റ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. ഇത് സോൾഡർ ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണ് ഈ കാണുന്നത്. ഇതേമാതിരി 16 സ്ക്വയർ ഇവിടെ സോൾഡർ ചെയ്ത് ഫിറ്റ് ചെയ്യണം. ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേ. ഈ ഡിസ്പ്ലേ എങ്ങനെ കണക്ട് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഈ ഡിസ്പ്ലേ നമ്മളിപ്പോൾ ഫ്രണ്ട് പാനലിൻ്റെ മുകളിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേ നമ്മൾ പാനൽ കണക്ട് ചെയ്യുമ്പോൾ ഈ മുകളിൽ വരുന്ന ഈ സോൾഡറിങ് പോയിൻറ്റുകൾ ഈ രീതിയിൽ തന്നെ കണക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഡിസ്പ്ലേയിൽ നമ്മൾ തലകുത്തനെ വായിച്ചെടുക്കേണ്ടി വരുന്നതാണ്. 16 സ്ക്വയറിൻ്റെ ഒരു വശം കോപ്പർ സോക്കറ്റ് ഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു ബോർഡിലേക്ക് കണക്ട് ചെയ്യാം. നമ്മൾ ഈ കാണുന്നത് ട്രാൻസ്ഫോമർ സെറ്റ് ചെയ്യാനുള്ള കോയിലാണ്. ഇതിൽ പ്രധാനമായും ഇത് സെക്കൻഡറി, ഇത് പ്രൈമറി. നമ്മളിവിടെ പട്ടയാണ് ഉപയോഗിച്ചിരിക്കുന്നത് സെക്കൻഡറിയിൽ. ഇത് ഇനി നമ്മൾ കോറിട്ട് ഒരു ട്രാൻസ്ഫോമറാക്കി മാറ്റും. ഈ പട്ട ബോർഡിൽ കണക്ട് ചെയ്യാനായിട്ട് ഒരു ഹോൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം ഹോൾ ഇട്ടതിന് ശേഷം നമുക്കിതിൻ്റെ എനാമൽ നീക്കം ചെയ്യാം. സെക്കൻഡറിയിലെ പട്ടയിലെ ഈ ലാമിനേഷനൊക്കെ മാറ്റി ഇപ്പോൾ അതിന് ഹോൾ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ നമ്മൾ കോറിട്ടതിന് ശേഷം ഇതിൻ്റെ ഇൻസുലേഷൻ ഒഴിവാക്കി ഹോൾ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ഇങ്ങനെ ചെയ്യുന്നത്. ട്രാൻസ്ഫോമറിൽ ഉപയോഗിക്കുന്ന കോറാണ് ഇത് ഇയും ഐയുമാണ്. പ്രധാനമായും ഈ കോറും ഐ കോറുമാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. ഇത് ഈ കോറാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന ഐ കോർ. ഇപ്പോൾ നമ്മൾ ഇതിൽ ഈ കോറെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി ഐ കോർ ഇടണം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഐ കോറെല്ലാം ഇട്ട് കഴിഞ്ഞു. പിന്നെ ലാസ്റ്റ് നിങ്ങൾക്ക് കാണാം കുറച്ച് ഐ കോർ ഇടാതെ സ്ഥലങ്ങൾ കാണാം. അവിടെ
അങ്ങനെ വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ടൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അതിനായിട്ട് നമ്മൾ 2 ഈക്കോറിൻ്റെ ഇടയിലേക്ക് മറ്റൊരു ഈക്കോർ കയറ്റി കൊടുക്കുകയാണ് ചെയ്യാറ്. ഇപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ കോറിടൽ പരിപാടിയെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ക്ലാമ്പ് ഇടണം. ഒരു ട്രാൻസ്ഫോമറിന് 4 ക്ലാമ്പാണ് വേണ്ടത്. അത് നെട്ടും ബോൾട്ടും, ബോൾട്ട്, വാഷർ, നട്ട്, അങ്ങനെ നമ്മളെ ട്രാൻസ്ഫോമർ ഇവിടെ സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്കതിൻ്റെ പ്രൈമറിയിലെ ലാമിനേഷൻ നീക്കം ചെയ്യണം. ഇൻവെർട്ടറുകളിൽ പ്രധാനമായും 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് അതിൻ്റെ ട്രാൻസ്ഫോമർ, ഇത് പ്രൈമറിയാണ്, സെക്കൻഡറിയാണ്. ഇത് പ്രൈമറി. മറ്റൊന്ന് അതിൻ്റെ ബോർഡാണ്. ഇത് രണ്ടുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇനി നമുക്ക് ട്രാൻസ്ഫോമർ കേസിലേക്ക് ഫിറ്റ് ചെയ്യണം. ഇപ്പോൾ ട്രാൻസ്ഫോമർ കേസിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഷീറ്റ് എടുത്ത് അതിൻ്റെ മുകളിൽ ഘടിപ്പിക്കാം. ഈ ഷീറ്റ് ഇതിൽ ഘടിപ്പിക്കാനുള്ള സ്ക്രൂ ഹോള് ബാക്കിലും ഫ്രണ്ടിലുമായിട്ട് ഉണ്ട്. ബോർഡ് ട്രാൻസ്ഫോമറിൻ്റെ മുകളിൽ തട്ടിലായിട്ട് ഫിറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഇതിലേക്ക് ഡിസ്പ്ലേ കണക്ട് ചെയ്യാം. ഡിസ്പ്ലേ കണക്ട് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഇതിലേക്കുള്ള പോസിറ്റീവ്, അതായത് ഇതിലേക്ക് കോപ്പർ സോക്കറ്റ് ഇട്ട പോസിറ്റീവ് ഈ ഹീറ്റ് സിങ്കിൻ്റെ മുകളിലായിട്ട് കണക്ട് ചെയ്യണം. ഇൻവെർട്ടറുകളിൽ നമ്മൾ പോസിറ്റീവ് എടുക്കുന്നത് റെഡ് വയറാണ്. അടുത്തതായിട്ട് ട്രാൻസ്ഫോമറിൻ്റെ ലീഡുകൾ ഈ ഹീറ്റ് സിങ്കിൻ്റെ മുകളിലായിട്ട് കണക്ട് ചെയ്യണം. നമ്മളിപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ലീഡുകളും പോസിറ്റീവ് ടെർമിനലിലേക്കുള്ള കണക്ഷനും ഇതിൽ ഹീറ്റ് സിങ്കിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഇതിലേക്ക് വരുന്ന ഇൻപുട്ട്സ്, അതായത് സപ്ലൈ ഇൻ, സപ്ലൈ ഔട്ട്, ന്യൂട്രൽ, ട്രാൻസ്ഫോമർ ഔട്ട് എന്നിവ ഇതിൽ സെറ്റ് ചെയ്യണം, ഫിറ്റ് ചെയ്യേണ്ടതാണ്. ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്ന ക്ലിപ്പുകളാണ് ഇവിടെ കാണുന്നത്. ഇതിലേക്ക് നമ്മൾ 2.5 വയർ സോൾഡർ ചെയ്ത് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യാറ്. അതിനായി ഇതിലേക്ക് ഈ കോമൺ എന്ന് കാണുന്ന ഭാഗം നമ്മുടെ ലോഡിലേക്കുള്ളതാണ്. ഇതിൽ NC എന്ന് കാണാം. അവിടെ നമ്മൾ ഇൻവെർട്ടറിലേക്ക് വരുന്ന സപ്ലൈ ആണ്. NOയിൽ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വയറുകൾ കണക്ടറിൻ്റെ പിൻവശത്ത് നമ്മൾ ഇന്നിലും ഔട്ടിലും, ഇന്നെന്ന് പറയുന്നത് സപ്ലൈ ഇതിലേക്ക് വരുന്നതാണ്, ഔട്ട് എന്ന് പറയുന്നത് ലോഡിലേക്ക് പോകുന്ന ഭാഗമാണ്. സ്റ്റിക്കർ ഒട്ടിട്ട് വെച്ചിട്ടില്ല, ലാസ്റ്റ് ആണ് സ്റ്റിക്കർ ഒട്ടിക്കുന്നത്. ഇനി നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട് കണക്ട് ചെയ്യാം. ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട് ഇവിടെ PR ഔട്ട് എന്ന് കാണിക്കുന്നുണ്ട്, അവിടെ കണക്ട് ചെയ്യണം. ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട് എന്നുള്ളത് ഈ കാണുന്ന 2 ലീഡ്സുകളിൽ ഏതെങ്കിലും ഒന്ന് കണക്ട് ചെയ്യണം. അതേമാതിരി പുറത്തേക്കുള്ള ന്യൂട്രലും ഈ 2 കണക്ട് ചെയ്യണം. അത് നമ്മൾ സിങ്ക്രണൈസേഷൻ നോക്കിയിട്ട് ആണ് കണക്ട് ചെയ്യുന്നത്. എനിക്കിപ്പോൾ സിങ്ക്രണൈസേഷൻ അറിയാവുന്നതുകൊണ്ട് ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട് വയർ ഞാൻ ട്രാൻസ്ഫോമറിൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന ലീഡിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. പുറത്തേക്കുള്ളത് ന്യൂട്രലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ആ രീതിയിലാണ് ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഉള്ളിൽ നിന്നുള്ള ലീഡ് ട്രാൻസ്ഫോമറിൻ്റെ ഔട്ടിലേക്കും പുറത്തു നിന്നുള്ള ലീഡ് ഇൻവെർട്ടറിൻ്റെ ന്യൂട്രലിലേക്കുമാണ് കണക്ട് ചെയ്തത്. ഇനി ഇതിലേക്ക് ബോർഡിലേക്ക് ഒരു ന്യൂട്രലിൻ്റെ ആവശ്യമുണ്ട്. അതിനായി നമ്മൾ 0.5 വയറാണ് എടുക്കുന്നത്. ഈ വയർ ന്യൂട്രലാണ്. ട്രാൻസ്ഫോമറിൻ്റെ ഔട്ടും ഈ ബോർഡിലേക്കുള്ള ന്യൂട്രും
കണക്ടറിൻ്റെ സെൻട്രലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ ലൈനിലെ ന്യൂട്രലിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. നമുക്ക് ഫാന് ഫിറ്റ് ചെയ്യാം. ഫാന് ഇതിൻ്റെ സ്ലോട്ട് ഇൻവെർട്ടറിൻ്റെ കേസിൻ്റെ മുകളിൽ തന്നെ ഉണ്ട്. ഫാൻ ഫിറ്റ് ചെയ്യാം. ഫാന് ഫിറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ബോർഡ് എക്സസ് ഹീറ്റായി വന്നാൽ അത് പ്രോബ്ലം ആവുന്നതാണ്. അതുകൊണ്ട് ഫാന് നിർബന്ധമായും ഫാൻ ഫിറ്റ് ചെയ്യണം. അടുത്തതായി ബാറ്ററിയിലേക്കുള്ള ടെർമിനൽ കോപ്പർ സോക്കറ്റ് ഇതിൽ കണക്ട് ചെയ്യണം. സോൾഡർ ചെയ്ത് ഫിറ്റ് ചെയ്യണം. 2 കോപ്പർ സോക്കറ്റുകളും കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്കുള്ള സ്വിച്ചിലേക്കുള്ള കണക്ഷൻ കൊടുക്കും. ഒന്ന് ഇൻവെർട്ടറിൻ്റെ സ്വിച്ചും ഒന്ന് UPS സ്വിച്ചുമാണ്. ഈ കണക്ടർ വഴിയാണ് നമ്മൾ ഇൻവെർട്ടറിൻ്റെ സ്വിച്ചും UPS സ്വിച്ചും കണക്ട് ചെയ്യുന്നത്. ഇതിൽ കാണുന്ന ബ്ലാക്കും ബ്രൗണും ഇൻവെർട്ടർ സ്വിച്ചും, റെഡും ഓറഞ്ചും UPSൻ്റെ സ്വിച്ചുമാണ്. ഈ കാണുന്ന പ്രകാരമാണ് കണക്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് സെറ്റ് അത് നമ്മൾ ഇൻവെർട്ടർ കാലിബ്രേഷൻ ചെയ്യേണ്ട സ്ലോട്ടാണ്. രണ്ടാമത് ഇൻവെർട്ടർ, മൂന്നാമത്തെ UPS. ഇതിലേക്കാണ് നമ്മൾ സ്വിച്ചിൻ്റെ വയർ കണക്ടർ ഇവിടെ കണക്ട് ചെയ്യുന്നത്. ഇതാണ് ഇൻവെർട്ടറിൻ്റെ സ്വിച്ച്. നമ്മൾ സ്വിച്ചിൻ്റെ കണക്ഷനും കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ടുള്ളത് ഇൻവെർട്ടർ കാലിബ്രേറ്റ് ചെയ്യുകയാണ്. ഇത് ബാറ്ററി വോൾട്ട് കാലിബ്രേഷൻ ആണ് മെയിനായിട്ട് ചെയ്യാനുള്ളത്. പിന്നെ ലോഡ് സെറ്റ് ചെയ്യണം. ഇത് ഓൾറെഡി സെറ്റഡ് ആയതുകൊണ്ട് കാരണം ഇപ്പോൾ ഞാൻ ലോഡ് സെറ്റ് ചെയ്യുന്നില്ല. ഇൻവെർട്ടർ കാലിബ്രേറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ ഇൻവെർട്ടർ ആംപിയർ മീറ്റർ വഴി കണക്ട് ചെയ്ത് ചെക്ക് ചെയ്യണം. എപ്പോഴും ആംപിയർ മീറ്റർ വഴി കണക്ട് ചെയ്ത് വെക്കണം. എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടെങ്കിൽ ഈ ആംപിയറിൽ റീഡ് ചെയ്തതാണ്. നോണാക്ക് 1.31 ആംപിയറാണുള്ളത്. ഇതിപ്പോൾ ഓക്കെ ആണ്. ഈ കീ ഉപയോഗിച്ചാണ് നമ്മൾ ഇൻവെർട്ടർ കാലിബ്രേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് കാലിബ്രേഷൻ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ സെറ്റ് എന്ന പിന്ന് കാണും. ഇവിടെ നമ്മൾ സ്വിച്ചിൻ്റെ കണക്ഷൻ റിമൂവ് ചെയ്തതിന് ശേഷമാണ് ഈ സെറ്റ് എന്ന ഓപ്ഷനിൽ ഇത് കണക്ട് ചെയ്യുന്നത്. ഇനി ഈ കീ സെറ്റിലെ ലാസ്റ്റ് ബട്ടൺ അമർത്തി പിടിച്ച് 2-3 സെക്കൻഡുകൾ കഴിയുമ്പോൾ ഇൻവെർട്ടറിലെ ഫാൻ ഓൺ ആവുന്നതാണ്. ഇപ്പോൾ ഫാൻ ഓൺ ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതെങ്ങനെ കാലിബ്രേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇതിൽ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ളത് 8 ആംപിയറാണ്. നമുക്ക് ഇത് ധാരാളം മതി. വേണമെങ്കിൽ നമുക്ക് 10-12 വരെ ഇതിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇത് ബാറ്ററി ഫുള്ളാണ്. നമ്മളിപ്പോൾ ചെയ്യേണ്ട ബാറ്ററിക്ക് അനുസരിച്ച് ഇപ്പോൾ 14 വോൾട്ടാണ് സെറ്റ് ചെയ്യുന്നത്. 14 വോൾട്ട് ഇവിടെ സെറ്റായിട്ടുണ്ട്. പന്ത്രണ്ടാമത് നമ്മളെ ബാറ്ററി വോൾട്ട് കാൽക്കുലേറ്റ് ആണ്. ബാറ്ററിയിൽ എത്ര വോൾട്ട് നോക്കിയിട്ട് അതുപോലെ ഇതിലും സെറ്റ് ചെയ്ത് കൊടുക്കണം.
13.35. ഇപ്പോൾ 13.3 മതി. ഇവിടെ കാണുന്നത് നോ ലോഡ് സെറ്റിങ്സ് ആണ്. അടുത്തതായി ലോഡ് സെറ്റിങ്സ് ആണ്. ഇപ്പോൾ നമ്മുടെ ഇൻവെർട്ടർ സെറ്റിങ്സ് ഇവിടെ പോസ്റ്റ് ചെയ്യും. ഔട്ട്പുട്ട് വോൾട്ട് 220, ബാറ്ററി വോൾട്ട് 13.3, ലോഡ് പെർസെൻറ്റേജ് 1% ആണ്. വോൾട്ട് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച ബോർഡാണ്, അതുകൊണ്ട് ഇതിൽ പ്രത്യേകിച്ച് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻവെർട്ടർ ഓൺ ആവുന്ന സമയത്ത് ഒരു സൗണ്ടും നമ്മൾ ലൈനിലേക്ക് കണക്റ്റ് ആകുമ്പോൾ 3 ബീപ്പ് സൗണ്ടുമാണ് വരുന്നത്. ആംപിയർ മീറ്റർ വഴി ആംപിയർ മെഷർ ചെയ്യാം. ആംപിയർ മീറ്റർ നോക്കാം. ഇപ്പോൾ 10 ആംപിയർ, ഇത് ആംപിയറിലാണ് നമ്മളെ ബാറ്ററി ഇപ്പോൾ ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളെ ഇൻവെർട്ടർ ഇവിടെ സെറ്റായിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ ഇൻവെർട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മറ്റൊരു ബോർഡാണ്. ഇതിൽ നമുക്ക് MPPT കണക്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇത് ഇൻവെർട്ടർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മറ്റൊരു ബോർഡാണ്. ഇതിൽ 1 സൈഡ് തന്നെ 8 മോസ്ഫെറ്റ്, ടോട്ടൽ 16 മോസ്ഫെറ്റാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇത് മറ്റുള്ള ബോർഡിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ലോഡ് എടുക്കാൻ കേപ്പബിളാണ്. ഇത് 1100 വാട്ട്സ് ആണ്. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ബോർഡും 12 വോൾട്ടാണ്, അതായത് സിംഗിൾ ബാറ്ററി. ഇതിൻ്റെ കണക്ഷൻസ് എല്ലാം നേരത്തെ വീഡിയോയിൽ കാണിച്ചതുപോലെ സെയിം കണക്ഷൻസാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ കാലിബ്രേഷൻ സെറ്റിങ്സ് ഓൺ ആയിട്ടുണ്ട്. ബാറ്ററി വോൾട്ട്, ഇത് നമുക്ക് 200 AH ബാറ്ററിക്ക് വേണ്ടി സെറ്റ് ചെയ്യുന്നതാണ്. ഇത് 80 ആക്കി കൊടുക്കും. ഇൻവെർട്ടർ ലോഡ്, ഇൻവെർട്ടർ ഔട്ട്പുട്ട്, ഇവിടെ ചാർജിങ് ആംപിയർ, ഇതിൻ്റെ മാക്സിമം 12 ആക്കി കൊടുക്കണം. ഇതിന് ശേഷം എല്ലാം പഴയ മാതിരി തന്നെ. ഓക്കെ, സെറ്റിങ്സ് പൂർത്തിയായി. ഇവിടുത്തെ വാല്യൂ കുറയ്ക്കുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് ലോഡ് നമുക്ക് കൂട്ടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇത് 200 AH ബാറ്ററിക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഇതിപ്പോൾ 17 ആംപിയർ ഓൾമോസ്റ്റ് 17 ആംപിയർ ഉണ്ട്. 200 AH ബാറ്ററിക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചത്. ഈ കാണുന്ന 2 കേസിലും നമുക്ക്
2500 VA ഇൻവെർട്ടർ വരെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്.